വിമതരാൽ സമ്പന്നമാണ് ഇടുക്കിയുടെ ഹൈറേഞ്ച് നഗരസഭയായ കട്ടപ്പനയിലെ മത്സരചിത്രം. UDFിൽ പല വാർഡുകളിലും വിമതരുണ്ട്. എന്നാൽ ഏറ്റവും വിചിത്രമായ മത്സരം നടക്കുന്നത് ടൗൺ വാർഡായ 17-ാം വാർഡിലാണ്. കട്ടപ്പന നഗരസഭയിലെ 17-ാം വാർഡിൽ ഇക്കുറി നടക്കുന്നത് വളരെ കൗതുകകരമായ ഒരു മത്സരമാണ്. ഇവിടെ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇവിടെ പരസ്പരം മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നവും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ 2-ലെ ചിഹ്നവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഓട്ടോറിക്ഷ ചിഹ്നവും തമ്മിലാണ്. നമുക്ക് സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കൈ അടയാളത്തിൽ സിജു ചക്കുമൂട്ടിലും കേരള കോൺഗ്രസ് ഔദ്യോഗിക ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ സേവിയർ പള്ളിവയൽ എന്ന അപ്പച്ചൻ കുട്ടിയുമാണ് കളത്തിലുള്ളത്. ഇരുവരോടും എതിരിടാൻ LDFന്റെ സ്ഥാനാർത്ഥി 2-ലെ ചിഹ്നത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ബേബി കുര്യനും സജ്ജം. പോസ്റ്ററുകളിലുമുണ്ട് കൗതുകം. സേവ്യർ പള്ളിവയലിന്റെ പോസ്റ്ററിൽ VD സതീശൻ മുതൽക്ക് ഇങ്ങോട്ടുള്ള UDF നേതാക്കളാണെങ്കിൽ സിജു ചക്കുമൂട്ടിലിന്റെ പോസ്റ്ററിൽ രാഹുലും പ്രിയങ്കയുമാണ് മുഖങ്ങൾ. ജില്ലാ നേതൃത്വം എന്നെ സ്ഥാനാർത്ഥിയാക്കുകയും അതനുസരിച്ച് ഞാൻ പത്രിക നൽകുകയും എനിക്ക് ജോസഫ് ഗ്രൂപ്പിന്റെ ചിഹ്നം അനുവദിച്ചു തരികയും ചെയ്തു. 40 വർഷക്കാലമായിട്ട് ഇവിടെ കേരള കോൺഗ്രസിന്റെ സീറ്റാണിത്. ഞാൻ തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. കൂടുമാറ്റ രാഷ്ട്രീയത്തെ ഇവിടെയുള്ള ആളുകൾ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ഐക്യജനാധിപത്യത്തിന്റെ നേതാക്കന്മാർ തീരുമാനമെടുത്തിട്ടാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തീരുമാനിച്ചത്. പിന്നെ അദ്ദേഹം നിലവിൽ നേരത്തെ 2 ആഴ്ച മുമ്പ് പ്രവർത്തിച്ചതുകൊണ്ട് ഞാനും സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചുകൊണ്ട് മാത്രം വോട്ട് കിട്ടത്തില്ല. ടൗൺ വാർഡ് LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. LDF സ്ഥാനാർത്ഥി ബേബി കുര്യൻ നിലവിലെ കൗൺസിലർ ജാൻസി ബേബിയുടെ ഭർത്താവാണ്. അവരെങ്ങനെ നിന്നാലും നമുക്ക് കുഴപ്പമില്ല. സ്ഥാനാർത്ഥികൾ എത്ര വന്നെന്ന് പറഞ്ഞാലും അവർക്ക് മുൻപരിചയം ഉണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ച് വർഷങ്ങളായിട്ടുള്ള പരിചയങ്ങളുണ്ട്. ആ പരിചയമൊക്കെ അവർക്കറിയാം. ഇപ്പം നമ്മൾ ഇന്നത് ചെയ്യും എന്ന് പറയേണ്ട അവർക്കറിയാം. എന്ത് ചെയ്യും, എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവർക്കറിയാം. അതായത് നമ്മൾ ഒരു മുഖപരിചയം നമ്മൾ പരിചയപ്പെടുത്തേണ്ടതായ ഒരു സാഹചര്യങ്ങൾ ഈ ടൗൺ വാർഡിലില്ല. അനുനയ ചർച്ചകൾ ഫലം കാണാതെ വന്നതോടെയാണ് ഔദ്യോഗിക ചിഹ്നത്തിൽ തന്നെ ഇരു ഘടകകക്ഷികളും മത്സരിക്കട്ടെ എന്ന് UDF ജില്ലാ നേതൃത്വം തീരുമാനിച്ചത്. KPCC പ്രസിഡന്റ് പങ്കെടുത്ത UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിലും 2 സ്ഥാനാർത്ഥികളും ഒരുമിച്ച് പങ്കെടുത്തിരുന്നു എന്ന കൗതുകവും ഇവിടെയുണ്ട്. മീഡിയ 1 ഇടുക്കി.